ഇത് ജീജ, ദിശയുടെ ഒരു പേഷ്യൻ്റാണ്. കണ്ണൂരാണ് സ്ഥലം. എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? കൈരളി നോർത്ത് LP സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഏതാ സബ്ജക്ട് എടുക്കുന്നത്? ഞാൻ സയൻസ് ആണ് എൻ്റെ വിഷയം. സയൻസ് ആണ്. ഞാൻ ദിശ ഡോക്ടറെ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് മുഖാന്തിരാണ് പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരു യാത്രയിൽ വെച്ചാണ് ദിശ ഡോക്ടറെ പരിചയപ്പെടുന്നതും. അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് വിഷമങ്ങൾ ഡോക്ടറുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഹസ്ബൻഡിന് തോന്നി, അപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ എൻ്റെ അസുഖങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് ഡോക്ടറെ പോയി കാണാലോ എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വരാൻ ഇടയായത്. എൻ്റെ പ്രശ്നം എനിക്ക് മുഖത്ത് മുഴുവനും ഒരു കറുത്ത നിറം പെട്ടെന്നായിരുന്നു. മുഖം മുഴുവനും കറുത്ത നിറം ഇതായി. പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ കൂടാണ്ട് കാലിന്റെ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അത് തറയിൽ കാല് വെക്കാൻ പറ്റില്ല. പിന്നെ ജോയിന്റ് മുഴുവൻ വേദന ഉണ്ടായിരുന്നു. പിന്നെ വിരലിന് ഒരു വേദന, അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. വിരലിന്റെ വേദനയല്ല. ഉപ്പൂറ്റിയുടെ വേദന രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി വേദന സ്ഥിരം ഉണ്ടാവുന്ന, പിന്നെ ഇരുന്നാൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കാലിന്റെ മുട്ടിന് വേദന, അങ്ങനെ പല വേദനകളും ഉണ്ടായിരുന്നു. മെയിനായിട്ട് മുഖത്തിന്റെ കളർ വ്യത്യാസത്തിനായിരുന്നു. മുഖത്തും ഈ കഴുത്തിനും ഇങ്ങനെ മുഴുവൻ ഉണ്ടായിരുന്നു. കൈയില് ജൂൺ മാസമായിരുന്നു. ഇപ്പൊ ഈ പിന്നെ എന്റെ വേദനകളൊക്കെ ഒരു മാസം അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ മരുന്ന് കുടിച്ചു തുടങ്ങിയ ഉടനെ തന്നെ മാറിക്കിട്ടിയായിരുന്നു. കളറിന്റെ വ്യത്യാസം ക്രമേണ ഇപ്പോ പിന്നെ ഇപ്പൊ നവംബർ മാസം കഴിയുമ്പോ പിന്നെ ഒരു 3/4 ഭാഗവും മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് 6 മാസം. നമ്മൾ റീസൺസ് അനലൈസ് ചെയ്യുന്ന കൂട്ടത്തില് എനിക്ക് മെയിനായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ലോഷൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നല്ലോ. അതെ, ലോഷൻ അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് കണ്ടിട്ടുള്ളത്. ഫേസിലും നെക്കിലും പിന്നെ കൈന്റെ ആം ഏരിയയിലുമാണ് ഈ ഡിസ്കളറേഷൻ കണ്ടത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തത് തന്നെ ആ ഒരു അലർജിക് ടെൻഡൻസി ശരീരത്തിൽ ഈ ക്രീം വരുത്തിയ ആ ഒരു അലർജിക് കെമിക്കൽ റിയാക്ഷൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ വേദനയും നീർക്കെട്ടുണ്ടായിരുന്നു ജോയിൻസിലൊക്കെ. അതാണ് ഈ രാവിലെ എണീക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ. അതിനും കൂടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പം അധികം വേദനയൊക്കെ മാറി വന്നു. പിന്നെ നെക്സ്റ്റ് ഇപ്പം പറഞ്ഞതുപോലെ കളറ്, സ്കിന്നിന്റെ കളറ് മാറി ഇപ്പം ഏകദേശം ക്ലിയർ ആയി. ഇനിയും കുറച്ച് ഭാഗം കൂടി മാറാനുണ്ട്. അത് പൂർണ്ണമായി മാറും തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് കൈയുടെ വിരലിന് ഇവിടെ വെച്ച് അസഹ്യമായ വേദനയായിരുന്നു. എനിക്ക് ഞാൻ ടീച്ചറാണല്ലോ, എഴുതാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ഈ കത്രിക പിടിക്കുക, സ്റ്റൗ ഓണാക്കുക, അങ്ങനെയുള്ള നിസാര പണി പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ആ വേദന വന്നാൽ എനിക്ക് ഒരുവിധത്തിൽ സഹിക്കാൻ പറ്റാതെ കഠിനമായ വേദനയായിരുന്നു. അത് ഇവിടെ ഇങ്ങനെ അപ്പൊ ഒരു മാസം മുഴുവനും ഞാനിതിന് ബാമൊക്കെ പുരട്ടി മാറുമായിരിക്കും, എവിടെയെങ്കിലും ഇങ്ങനെ തട്ടിയപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കി, ചൂടുപിടിക്കുകയൊക്കെ ചെയ്തു നോക്കി. എന്നിട്ട് മാറാതെ കൊണ്ട് ഞാനിങ്ങനെ ഒരു സർജനെ പോയി കാണിച്ചപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഇത് കണ്ട ഉടനെ തന്നെ പറഞ്ഞു, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഈ രോഗത്തിന്. കൂടാണ്ട് സർജറി നിർബന്ധമായി വേണം, പിന്നെ ഇത് വേറെ മരുന്നൊന്നുമില്ല, ഇതിന് ഉറപ്പായിട്ട് സർജറി വേണം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പിന്നെ കുറച്ച് ടെസ്റ്റുകൾ ഞാൻ എഴുതരാം, അത് ചെയ്തിട്ട് ഉടനെ വന്നോ സർജറി ചെയ്യാം. പിന്നെ സർജറി ചെയ്തതിന് ശേഷം കൈ ഇങ്ങനെ കെട്ടിവെച്ചു. പിന്നെ കുറച്ച് റെസ്റ്റ് വേണ്ടി വരും, 10 ദിവസം റെസ്റ്റ് വേണ്ടി വരും. അതിനുശേഷം സ്റ്റിച്ച് എടുക്കാൻ കുറച്ച് ദിവസം വേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും തിരിഞ്ഞില്ല. പക്ഷേ എങ്കിൽ സർജറിയെ നിവൃത്തിയോട് വേറെ വഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ സർജറിക്ക് തയ്യാറായി. പക്ഷേ എങ്കിൽ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എനിക്ക് സ്കൂളിൽ തിരക്കുള്ള സമയമായിരുന്നു, എക്സാം അങ്ങനെ നടക്കുന്ന സമയം. അതുകൊണ്ട് കൈ 10 ദിവസം കെട്ടിവെക്കുക എന്ന് പറഞ്ഞത് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതും എനിക്ക് പറ്റില്ല. പിന്നെ അതിനൊരു വലിയൊരു തുകയും പറഞ്ഞായിരുന്നു അദ്ദേഹം സർജറിക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോൾ ഉടനെ എനിക്ക് ദിശ ഡോക്ടറെ ഇതാണ് മനസ്സിൽ വന്നത്. കാരണം ദിശ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു സഹോദരിയെ പോലെ സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഉടനെ എനിക്ക് മൈൻഡിൽ വന്നത് നമുക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മളൊരു കൂട്ടുകാരിയോ അങ്ങനെയല്ലേ ഓർമ്മ വരുക. മാത്രമല്ല ഡോക്ടറും ആണല്ലോ. ഞാൻ ഉടനെ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു.
ആ ഡോക്ടറെ വിളിച്ചപ്പോൾ എനിക്ക് അതിശയമുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു നിസ്സാര രോഗം പോലെയാണ് ഡോക്ടർ സംസാരം ഉണ്ടായിരുന്നത്. അത് കുഴപ്പമില്ല, അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, സർജറി വേണ്ടാന്ന് പറഞ്ഞു. സർജറി വേണ്ടാന്ന് കേട്ട ഉടനെ തന്നെ എനിക്ക് എന്തോ ഒരു ആശ്വാസം മനസ്സിൽ. കാരണം സർജറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി വേണ്ട, അത് ഒഴിവാക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ഈ മരുന്ന് ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്ക്, അതിൽ വ്യത്യാസം ഉണ്ടാകുന്ന അത് ഉറപ്പാണ്, നിങ്ങളുടെ വേദന മാറും. ഇല്ലെങ്കിലല്ലേ നമുക്ക് സർജറി ചെയ്യണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഡോക്ടർ തരുന്ന മരുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ആകുമ്പോ എങ്ങനെയാ മാറില്ലായിരിക്കും. എന്നാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്കൊന്ന് ഡോക്ടർ നല്ല കോൺഫിഡൻസോട് കൂടിയാ പറയുന്നത്, എന്നോട് മാറുന്നാ പറയുന്നത്. അപ്പോ ആ ഒരു ഇതേ എനിക്കുള്ളൂ, അല്ലാണ്ട് മരുന്നായിട്ട് ഒരു സംഭവം അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് നോക്കി നോക്കാം, സർജറി ഒഴിവാകുമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോ അത് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. എനിക്ക് വേദന മാറി എനിക്ക് അത്ഭുതമായിരുന്നു. പിന്നെ കാരണം അത്രക്ക് വേദന ഞാൻ സഹിച്ചായിരുന്നു. അപ്പൊ വേദന മാറുകയും ചെയ്തു. പിന്നെ 1 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടും വേദന മാറി. അതെനിക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു. ദിശ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇടയിൽ തന്നെയായിരുന്നു ഈ വേദന വന്നത്, അല്ലാതെ മുമ്പേ ഉണ്ടായിരുന്നോ? ഇത് ഡോക്ടറെ ഞാൻ കണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള സംസാരിച്ച് ഡോക്ടർ പിന്നെ ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ പിന്നെ പത്യത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ വരുമെന്ന് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ 1 മാസം കഴിഞ്ഞ് തുടങ്ങാം ഡോക്ടർ, എനിക്കൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ സമയത്തിനിടയിലാണ് ഇതും വന്നത്. ആ പറയുമ്പോൾ ഈ രോഗം ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് ഞാൻ ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഇതുണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാനൊരു 1 മാസത്തെ ഗ്യാപ്പ് ചോദിച്ചായിരുന്നു ഡോക്ടറോട്, 1 മാസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം, പിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ മരുന്നിന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ വേദനയും കൂടി അതിന്റെ കൂടി ഉണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ശരിക്കും തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ വേദനയും കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് കൺസൾട്ടേഷൻ വന്നപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടില്ല, വേദന ഇല്ലായിരുന്നു. ഈ കൈക്ക് വേദന, വിരലിന് വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഡി കെർവൈൻ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ്. അത് ഇവിടെയുള്ള ടെൻഡോൺസിന് വരുന്ന നീർക്കെട്ടാണത്. ഈ ഡി കെർവൈൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സാധാരണ കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ്. അത് റെയർ ആയിട്ടുള്ള അസുഖമൊന്നും അല്ല, കൂടുതൽ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നീർക്കെട്ടാണ്. അതിന് ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെന്റ് തന്നെയാണ് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ മരുന്നുകളും എക്സസൈസും ഒക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതിലും റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്, ആ നീർക്കെട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്. അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. എനിക്ക് മുഖത്ത് ഇങ്ങനെ വ്യത്യാസം വന്ന ഉടനെ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞായിരുന്നു എന്തോ ടീച്ചറെ മുഖത്ത് എന്തോ വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പൊ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല, ഞാൻ ദിവസവും കണ്ണാടിയിൽ നോക്കുന്നതല്ലേ. അപ്പൊ പിന്നെ കണ്ട് എനിക്കത് ഒരു വ്യത്യാസം തോന്നിയില്ല. അപ്പൊ മറ്റുള്ളവരുടെ ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ എൻ്റെ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ, അവർ പറഞ്ഞു നിനക്ക് എന്തോ കാര്യമായിട്ട് ഒരു അസുഖം വരുന്നുണ്ട്, നീ ഉടനെ പോയി ഡോക്ടറെ കാണിക്കണം, ഫുൾ ടെസ്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. എൻ്റെ ആദ്യത്തെ പേടി എന്നായിരുന്നു എനിക്ക് എന്തോ മാരകമായ ഒരു രോഗമുണ്ട്, അതാണ് മുഖത്ത് കാണുന്നത്. അപ്പൊ ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ അവയവങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അത് മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ പേടി അതായിരുന്നു. അപ്പൊ ഞാൻ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അവരെന്നെ എന്നോട് പിന്നെ നമ്മുടെ കണ്ണൂരുള്ള ഒരു പ്രശസ്തമായ ഒരു സ്കിൻ ഡോക്ടറെ പേര് പറഞ്ഞു. ഇതിന് സ്കിൻ ഡോക്ടറെ ആരെയാ കാണേണ്ടത് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, അതുവരെ ഞാൻ അങ്ങനെ സ്കിന്നിന്റെ ആവശ്യത്തിനോ അങ്ങനെ ആരെയും കണ്ടിട്ടില്ലേ. അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പേര് പറഞ്ഞു. ഞാൻ അവിടെ പോയി കാണിച്ചു. അവരന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് പറഞ്ഞു. അവർ ടെസ്റ്റെല്ലാം ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ നോക്കുമ്പോഴേ അതിലൊന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല അവര്. എന്നാലും പറഞ്ഞു ഉള്ളിൽ എന്തോ ഇതുണ്ട്, പിന്നെ അത് മാറണമെങ്കിൽ അവര് 1-2 ഓയിൻമെന്റും പിന്നെ ഉള്ളിൽ കഴിക്കാൻ ഗുളികകളും എല്ലാം തന്നു. അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ സ്കിന്ന് വലിഞ്ഞു പിടിക്കുക, പൊട്ടുക, അതൊക്കെ ഒരു വല്ലാതെ എനിക്കത് ഇഷ്ടേ ഉണ്ടായില്ല മുഖത്ത് പുരട്ടാൻ. പക്ഷെ എൻ്റെ ഈ വിഷമം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം പുരട്ടി അവർ പറഞ്ഞ ആ കാലാവധി വരെ പുരട്ടിയായിരുന്നു. ഗുളികയും കഴിച്ചു മുഴുവനും. പക്ഷെ എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഇത്രയും ഞാൻ സഹിച്ച് ചെയ്തിട്ടും എനിക്കൊരു വ്യത്യാസം ഉണ്ടായില്ല. അപ്പൊ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങനെ ആയുർവേദ ഡോക്ടറെ കാണിച്ചു നോക്കുന്നുണ്ട്. അത് കാണിച്ചു. എനിക്ക് ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് കഷായം അരിഷ്ടം കഴിക്കുന്നതാണ്. എനിക്കത് പറ്റില്ല, വയറ്റിൽ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ കഷായമൊക്കെ കഴിക്കുമ്പോൾ എനിക്കതുണ്ടായിരുന്നു, അത് കഴിക്കേണ്ടി വരുമല്ലോ എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ 1-2 തരത്തിലുള്ള ഗുളികയും വലിയ ഗുളികകളെല്ലാം തരും. അതിങ്ങനെ വെറും വയറ്റിൽ തന്നെ കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടായി. അതും ഞാൻ പരീക്ഷിച്ചു 1-2 മാസം. അതും നോക്കിയപ്പോൾ പിന്നെ അവർ പറഞ്ഞ ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ ചെയ്തു. പിന്നെ മുഖത്ത് പുരട്ടാൻ അധികം ഉണ്ടായില്ല എന്ന് അതിന് വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ ഗുളികയും മരുന്നും എല്ലാം കുറേ അധികം ഉണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം എന്നാൽ അതിലും വ്യത്യാസം ഉണ്ടായില്ല.
അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഈ രോഗം മാറില്ലായിരിക്കും, ഞാൻ ജീവിതാവസാനം വരെ ഇതുപോലെ പോകേണ്ടി വരും. അപ്പൊ ഞാനതിങ്ങനെ എന്ത് പറയേണ്ടത് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനോ എന്തോ ഒരു മനസ്സിലൊരു ഇതായി നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ട് പറയും. വീട്ടിലിത് പറഞ്ഞ് ഹസ്ബൻഡിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കേട്ട് പിന്നെ അവർക്കും അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഒരു പിന്നെ യാത്രാ മധ്യേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എന്റെ വൈഫിന് ഇതുപോലൊരു ഇതുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്താ അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയില്ല. എന്നോട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടിട്ടുണ്ട്, വടകരയാന്ന്, നമുക്ക് ദൂരം അധികം ഉണ്ട് കണ്ണൂരിൽ നിന്ന് വരാൻ വേണ്ടി. അപ്പോൾ ദൂരം ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്ന ആ ഡോക്ടറെ നീ കണ്ടാല് നിനക്ക് മാറ്റം ഉണ്ടാവും തോന്നുന്നു, നമുക്കൊന്ന് നോക്കി നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് എത്തിയത്. ഈ കുടുംബത്തിൽ തന്നെ ഞാനൊരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യലുണ്ടായിരുന്നില്ല. ഒരു വർഷത്തോളം ഞാൻ ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു ഇവളെന്തുകൊണ്ടാ പരിപാടിക്കൊന്നും പങ്കെടുക്കാതെ, എന്റെ വിഷമം എനിക്കേ അറിയുള്ളൂ. അപ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് എന്താ മുഖത്ത് പറ്റിയത്, എന്നെ കാണുന്നവരൊക്കെ. അപ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടായത്, എന്റെ മുഖത്തിന് പെട്ടെന്ന് ഒരു വലിയ വ്യത്യാസം വന്നു. അപ്പൊ എല്ലാവരും ചോദിക്കും ഇതെന്താ നീ ഇങ്ങനെയായി. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും വല്ലാതൊരു വിഷമം. പിന്നെ മാത്രമല്ല ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു വല്ലാതെ വിഷമം. ദേഹത്ത് വേറെ എവിടെയാണെങ്കിലും നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ മുഖത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പൗഡറോ എന്തെങ്കിലും ക്രീമെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതലും വൃത്തികേടായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ ഒരു വഴിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ എനിക്കങ്ങനെ കോൺഫിഡൻസ് കുറഞ്ഞ് വരുന്ന എല്ലാ കാര്യത്തിലും എന്നെ അത് ബാധിക്കാൻ തുടങ്ങി. എനിക്കൊരു വേദി കയറി ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അന്നേരം എന്റെ ചിന്ത ഇവരൊക്കെ എന്റെ മുഖം കാണുമ്പോഴേ മുഖത്തെങ്ങനെയാന്ന് അങ്ങനെ ഒരു ചിന്ത കൊണ്ട് എനിക്കൊരു കാര്യത്തിലും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ഒരു മെഡിറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. പിന്നെ ആ മെഡിറ്റേഷന് 2-3 സിറ്റിങ്ങിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വന്നു. ഡോക്ടർ ഇങ്ങനെ അവർ കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ അന്നേരം എനിക്ക് ബോധ്യമായി ഇതൊന്നും നമുക്കെന്നാ മാനസികമായിട്ട് വിഷമം വരേണ്ട കാര്യങ്ങളും ഒന്നുമല്ല, ബുദ്ധിമുട്ടൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ എനിക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം എനിക്കൊരു വ്യത്യാസമുണ്ട്. അതിന് ഞാൻ അത്രയും സന്തോഷവതിയാണ്. അപ്പം ഞാൻ ടീച്ചറായതുകൊണ്ട് എൻ്റെ ആ പിന്നെ ജോലി എനിക്ക് രാവിലെ മുതൽ 10 to 4 കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാനും മുന്നേ എനിക്കത് പറ്റുന്നുണ്ടായിട്ടായിരുന്നു. ഇപ്പൊ അതെനിക്കൊരു പറ്റുന്നുണ്ട്. മാത്രമല്ല വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാര്യങ്ങളും വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ട്. മുന്നേ എല്ലാം ഇപ്പൊ വീട്ടിൽ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ല, ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുപോലെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എന്തായാലും ജിജി ടീച്ചറോട് വളരെ നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു രോഗം ഉണ്ടായി പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ദിശ ചോദിച്ച പാട് തന്നെ കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് വീഡിയോയിൽ മുപ്പക്കറിയാം, നമ്മളെ കോമഡി സ്കിറ്റുകളെല്ലാം കാണുന്ന ആളാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പറയാം. വീഡിയോ ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് അപ്രിഷിയേറ്റബിൾ ആണ്. എൻ്റെ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. അല്ല, അതില് അത്ര അപ്രിസിയേറ്റ് ചെയ്യാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കും ഇത് മുഖത്ത് കറുപ്പുണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഏതൊരാളെ പോലെ എനിക്കും ഇതിലൂടെ പറയാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വിചാരിച്ചാല് പിന്നെ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാർ ഡോക്ടറെ പറ്റി അറിയാതെ അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സിന് പിന്നെ പല അസുഖങ്ങൾ പറയുമ്പോഴേ ഞാൻ ആദ്യം തന്നെ ഡോക്ടറെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ റിവ്യൂ എടുക്കുന്ന എല്ലാവരോടും നമ്മളെ പേഷ്യൻസിനോട് ഓരോരുത്തരോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയണ്ട. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എങ്ങനെ ഇപ്പോൾ ഡോക്ടറോട് പറ്റൂല എന്ന് പറയാ എന്ന് വിചാരിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചില അധികം ആൾക്കാർക്ക് ഒരുപക്ഷെ ഞാൻ രോഗിയാണ്, എനിക്ക് എന്നെ പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം പുറത്ത് പറയാൻ ഭയങ്കര മടിയുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ നിർബന്ധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ ഇങ്ങോട്ട് നമ്മൾ പറയും നമ്മൾ എന്ത് വേണമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളടുത്ത് വന്നിട്ടൊക്കെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇടക്കിടക്ക് കുത്തി ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഇടുന്ന വീഡിയോ ആണ് എന്തെങ്കിലും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് വന്നിട്ട് ഈ റിവ്യൂ തന്നതിന് ജിജി ടീച്ചർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.